ചെറുകിട ജലസേചന വകുപ്പിൽ നിന്നും 34.60 ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം മണ്ഡലത്തിലെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വാർഡ് 1, 14, 15 വാർഡുകളിലെ ഒച്ചാൽ വയൽ പാടശേഖരത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎയുടെ അഭ്യർത്ഥന പ്രകാരം ചെറുകിട ജലസേചന വകുപ്പിൽ നിന്നും 34.60 ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം മണ്ഡലത്തിലെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 1, 14, 15 വാർഡുകളിലുള്ള ഒച്ചാൽ വയൽ പാടശേഖരത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ 2016 നമ്മൾ വന്ന സമയത്ത് ഞങ്ങൾ ചെയ്ത വർക്കുകൾ ചിലതൊക്കെ ഇപ്പോൾ 9 വർഷമൊക്കെ ആയില്ല. അപ്പോൾ അത് മോശമായി തുടങ്ങുന്നു, കുട്ടിയൊക്കെ പോകുന്നു. അപ്പോൾ അത് പുതിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. കൂടാതെ ധാരാളം സ്കൂൾ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത്, ഒപ്പം നമ്മുടെ പാലങ്ങളുടെ വിവിധ പാലങ്ങളുടെ ഉദ്ഘാടനം, അങ്ങനെ റോഡും കെട്ടിടങ്ങളും പാലവും ഒക്കെയായി ധാരാളം വികസന പ്രവർത്തനം, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വികസനം. ഞാൻ ചിലപ്പം BA ഇങ്ങനെ ഓരോ വികസന പ്രവർത്തനങ്ങളും ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇട്ട് വരുമ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതാണ് ഓരോ ടൈമിലും. പിന്നെ മറ്റെല്ലാ MLA-മാരും ബജറ്റിൽ കെട്ടിടങ്ങളാണ് ചെയ്യുന്നത്. കായംകുളത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥിതി വെച്ച് ഞാൻ ബജറ്റിലും റോഡാണ് എടുക്കുന്നത്. 10 കോടി കിട്ടിയാൽ 10 കോടിക്കും റോഡാണ് ചെയ്യുന്നത്. എന്നിട്ടും ഇനിയും പരാതി. ഇപ്പോൾ സജി ചെറിയ മിനിസ്റ്ററൊക്കെ എന്നോട് ഒരു പ്രതിഭ മാത്രമേ ഉള്ളൂ ഇങ്ങനെ റോഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാവർക്കും ഒരു കെട്ടിടമാണ്. കെട്ടിടം അടിച്ച് അവിടെ ഇട്ടാൽ എല്ലാ കാലത്തും ആ പേരും റോഡ് 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ റോഡും പോകും, ബോർഡും പോകും, എല്ലാം പോകും. പിന്നെ മാറി നിന്നിട്ട് ചെയ്തതായിട്ടൊന്നും ആരും പറയുകയില്ല. ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് നേരിടും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും അത് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ജനങ്ങൾ ആദ്യം ഭംഗിയായി നടന്നു പോകട്ടെ. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ സെൻട്രൽ റോഡ് ഫണ്ട് കിട്ടിയ ഒരു പഞ്ചായത്താണ്. അത് സുധാകർ സാറിനോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്ന 11 കോടി രൂപ. ഞാൻ ഇന്നും ഓർക്കുന്ന അസംബ്ലി വെച്ചിട്ട് വെറുതെ ഒരു തുണ്ട് പേപ്പറിലാണ് ഞാനത് എഴുതി കൊടുക്കുന്നത്. അത് കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ സാക്ഷ്യം വാങ്ങിച്ചിരുന്നത്. കൂട്ടുംപാതിക്ക പാലം. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ അധ്യക്ഷനായി. ഇറിഗേഷനിലെ മെക്കാനിക്കൽ സെക്ഷനെ അവരെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് തുരുമ്പ് പിടിക്കാത്ത ഷട്ടറുകൾ എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയാണൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഞങ്ങൾ ദേവികുളങ്ങര പഞ്ചായത്തിലെ മുഴുവൻ ഷട്ടറുകളും ചെയ്യാൻ വേണ്ടി അന്നത്തെ എസ്റ്റിമേറ്റ്. പക്ഷെ ഇപ്പം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അറൈശ്ശേരി കടവാണ് ആകെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോഴാണ് പൈസ ഇതൊന്നും പോരാ, പഴയ എസ്റ്റിമേറ്റ് ഇട്ട് ചെയ്യാൻ കഴിയില്ല, ടെൻഡർ ആരും പിടിക്കുന്നില്ല. എന്നിട്ട് അറൈശ്ശേരി കടവ് ചെയ്തു. ഇപ്പം ഞങ്ങൾ 4 ഷട്ടറിന് പൈസ ഇപ്പം ഇറിഗേഷനിൽ കൊടുത്തിട്ട് ഒരു വർക്കിൻ്റെയും ടെൻഡർ നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീദേവിയൊക്കെ ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു, പഞ്ചായത്ത് കമ്മിറ്റി അനുമതി കൊടുത്തു, അതിൻ്റെ എസ്റ്റിമേറ്റുമായിട്ട് നമ്മളിങ്ങനെ പോയി. യാദൃശ്യമാണ് ഞാൻ അവിടെ ചെന്ന് ചാടുന്നത്. അപ്പോൾ ശ്രീദേവിയൊക്കെ എൻ്റെ തന്നെ കത്ത് ഞാൻ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രിയെ കൊടുത്തെങ്കിലും ഒരു പ്രതീക്ഷയില്ലാതാണ് പോകുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വർക്ക് ഓർഡറായി. അതാണ് നമ്മുടെ MLA-യുടെ ഒരു കഴിവ്. സാധാരണ ഇങ്ങനെ ഇറിഗേഷനിൽ ഞങ്ങൾ MLA ചെയ്ത ഒരു പ്രവർത്തനം കേരളത്തിൽ എല്ലാവർക്കും അത് ഗുണമായി. കായംകുളത്തെ പ്രസിഡന്റുമാരെ എല്ലാം വിളിച്ചിട്ട് MLA ഒരു യോഗം വിളിച്ചു തിരുവനന്തപുരത്ത്. ആ യോഗത്തിൽ വെച്ചിട്ട് ഇറിഗേഷൻ്റെയും PWD ഒക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പോൾ MLA പറഞ്ഞു, ഇറിഗേഷനിൽ എന്താ വർക്കാണ് കഥ, വലിയ പ്രശ്നമല്ലേ, സാധ്യതകൾ, ഇതെല്ലാം ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തപ്പോൾ അവിടെ കേട്ടൊരു കാഴ്ച, കാശൊക്കെ വരും, പക്ഷെ അത് പമ്പയാറ് ചെയ്തതിന് ശേഷമേ എല്ലാവർക്കും കൊടുക്കത്തുള്ളൂ. ഇല്ല, എങ്ങനെയാണ് പറഞ്ഞത്? പമ്പയാറൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന പൈസ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ SN സെൻട്രൽ സ്കൂളിൻ്റെ ഇപ്പുറത്തൊരു പാലമുണ്ട്. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രേഖ ആനന്ദൻ, E. ശ്രീദേവി, ചിത്രലേഖ, മിനി മോഹൻ ബാബു, മൈനർ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു R. ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അമൃത T. മോഹൻ എന്നിവർ പങ്കെടുത്തു. CDN ന്യൂസ്, കായംകുളം.